കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ എന്തിനാണ് അറിയുന്നത്, എന്താണ് അതിന്റെ പ്രയോജനം? അപ്പോൾ പരതി ശ്ലോകം ആത്മവിത്ത്, അതായത് ആത്മാനം വേദ്യ ഇതി ആത്മവിത്ത്, അതായത് ആത്മാവിനെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ ഏതൊരാളാണോ അറിയുന്നത് അത് ആത്മവിത്ത്. അങ്ങനെയുള്ളവർ നമ്മുടെ ശ്ലോകങ്ങളെയൊക്കെ തരണം ചെയ്യും. ശ്ലോകങ്ങൾ എന്താണ്? നമുക്ക് ഈ ഭൗതിക ജീവിതത്തില് നമുക്ക് പല 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 ദുഃഖങ്ങളുണ്ട്. ഒരിക്കലും ദുഃഖങ്ങൾ മാറുന്നില്ല. ഒരു ദുഃഖം പോയാൽ അടുത്ത ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ എന്താണ് പറയുന്നത്? തരണം ചെയ്യണം. പരതി ശ്ലോകമാത്മവിത്ത് ആത്മാനം വേദ്യ ഇതി ആത്മവിത്ത്, അതായത് നമ്മൾ ഈ ശ്ലോകങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ എന്ത് ചെയ്യാം? അതിനെയൊക്കെ തരണം ചെയ്യാം. അപ്പോൾ ഈ ലോകമുള്ളിടത്തോളം കാലം നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഒന്നൊന്നായി പുറകെ വരും. പക്ഷെ പരതി ശോകം, നമ്മുടെ ദുഃഖത്തിൽ നിന്ന് അതിജീവിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് അതിനർത്ഥം പറയുന്നത്. അപ്പോൾ എന്താണ് ആത്മാവ്? നമ്മൾ അതാണ് അന്വേഷിക്കേണ്ടത്. ആരാണ് ഈ ആത്മാവ്? എന്താണ് ആത്മാവ്? അതായത് ഇത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു അനുഭവ ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പിൽ ഒരു മൈക്കുണ്ട്. ഈ മൈക്കിലൂടെ ഞാൻ പറയുന്ന എന്റെ ശബ്ദത്തെ അവിടം വരെ എത്തിച്ചു തരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് എരിയുന്നുണ്ട്, ട്യൂബ് കത്തുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ആ ഇലക്ട്രിസിറ്റി, കറണ്ട് ഇവിടെ ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് അനുഭവിച്ച് വേണം നമ്മൾ അറിയാൻ. അപ്പോൾ എങ്ങനെയാണ് അത് ആ ആത്മാനുഭവം നമുക്കുണ്ടാകുന്നത്? അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് വളരെ വളരെ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. യാജ്ഞവൽക്യ മുനി തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്? ഇപ്പോൾ നമ്മൾ രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ ആകാശത്ത് കാണുന്നുണ്ട്, അല്ലെ? ചന്ദ്രനെ നമുക്ക് രാത്രിയിൽ നോക്കിയാൽ ആകാശത്ത് കാണാം. പക്ഷേ ആ ചന്ദ്രനെ നമ്മുടെ വീടിന്റെ, ഇപ്പൊ ഇവിടെയൊക്കെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, തോടുണ്ട്, കുളമുണ്ട്, അല്ലെ? അപ്പോൾ ഈ ചന്ദ്രന്റെ നിഴലിനെ നമുക്ക് അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അപ്പോൾ ആ ചന്ദ്രന്റെ പ്രതിബിംബം ഈ തോട്ടിൽ കാണാം, കുളത്തിൽ കാണാം, കിണറ്റിൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് 1000 കുടങ്ങളിൽ വെള്ളം എടുത്തു വെച്ചാൽ ആ 1000 കുടങ്ങളിലും നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കത്തില്ലേ? പക്ഷേ ഈ 1000 കുടങ്ങൾ പൊട്ടിപ്പോയാലും ആകാശത്തിലുള്ള ആ ചന്ദ്രൻ സ്ഥിരമായി നിത്യനായി അവിടെ തന്നെ നിലനിൽക്കും, അല്ലെ? ഇതാണ് ഇതേപോലെ എന്നിലും നിങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരേ ഒരു ചൈതന്യം, അതാണ് ആത്മാവ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഇത് മണ്ഡലകാലമാണ്. ഇത് 41 ദിവസമാണ്, അല്ലെ? 41ാമത്തെ ദിവസമാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് മണ്ഡലകാലം ആചരിക്കുന്നവരുമാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ ആത്മീയത